നമ്മൾ അന്നൊരു പെട്ടി മാറ്റി വെച്ചത് ഓർമ്മയുണ്ടോ? ആ പെട്ടി പൊട്ടിക്കാനുള്ള സമയമാണ് ഇന്ന്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടന്നാലോ? ഈ ഓർഗനൈസേഴ്സ് എത്ര കിട്ടിയാലും നമുക്ക് മതിയാവില്ലല്ലേ? പ്രത്യേകിച്ച് ഈസ്തെറ്റിക് ഓർഗനൈസർ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇത് അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു സംഭവമാണ്. 2 തട്ടായിട്ട് വരുന്ന മീഡിയം വലുപ്പത്തിലുള്ള ഒരു ക്യൂട്ട് ഓർഗനൈസർ ആണ് കേട്ടോ ഇത്. മുകളിലത്തെ റാക്കിനും താഴത്തെ റാക്കിനും രണ്ടും 2 വലിപ്പം ആയതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് സൈസിലുള്ള സാധനങ്ങൾ നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിന്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ കൂടെ തന്നെ അവർ കുറച്ച് സ്ക്രൂസ് തരുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. പെട്ടെന്ന് പണി കഴിയും, ഒരു 5 മിനിറ്റിനുള്ള സംഭവം കഴിയും കേട്ടോ. നല്ല സ്റ്റഡി ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്, അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ താങ്ങും. ഇതിനകത്ത് ഞാനിപ്പോൾ വെച്ചത് ഇങ്ങനെ കിച്ചണിലേക്കുള്ള കുറച്ച് ഐറ്റംസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും വെക്കാം കേട്ടോ. പഠിക്കുന്ന ഐറ്റംസ്, ബുക്സ്, അങ്ങനെ സംഭവങ്ങൾ വെക്കാം, മേക്കപ്പ് വെക്കാം, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ക്ലോത്ത്സ് ഉണ്ടല്ലോ, ഈ കർച്ചീഫ്, സോക്സ്, അങ്ങനത്തെ ഉള്ള ഐറ്റംസ് ഒക്കെ വെക്കാം. ആദ്യം തന്നെ ഞാൻ മറ്റേ ടീയും ഷുഗറൊക്കെ വെച്ചത് കുറച്ച് ഈസ്തെറ്റിക് വൈബിലാണ്. ഇത് പക്ക കിച്ചൺ വൈബിലാണ് കേട്ടോ. ഇനി കാണിക്കാൻ പോകുന്നത് മേക്കപ്പ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള രീതിയിലാണ്. ആദ്യത്തെ റാക്കിൽ ഞാൻ വെക്കുന്നതിന്റെ പെർഫ്യൂംസ് ആണ്. അതിനകത്ത് തന്നെ നെയിൽ പെയിന്റ്സ് വെക്കാനുള്ള സ്ഥലം ഉണ്ട് കേട്ടോ. രണ്ടാമത്തെ റാക്കിൽ റാൻഡം ആയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്ട്സ് ആണ്. എന്തായാലും സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം. ഒരു കളർ കോമ്പിനേഷൻ നൈസ് ആണല്ലേ, വൈറ്റും ബ്രൗൺ ഷെയ്ഡും കൂടി വരുമ്പോൾ നല്ലൊരു സ്റ്റാൻഡേർഡ് കളറാണ്. അതുപോലെ തന്നെ പ്രൈസ് റേഞ്ചും അഫോർഡബിൾ തന്നെയാണ്. 400 സംതിങ് ഒക്കെ വരുന്നുള്ളൂ. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ.